രാവിലെ തന്നെ ഒരു ചായ കുടിച്ച് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്കിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയായിരുന്നു, പൂരിയും കടലക്കറിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കുഞ്ഞൂട്ടിനെ പഠിക്കാനൊക്കെ വിട്ടു. അത് കഴിഞ്ഞിട്ട് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നമുക്കിന്ന് മീൻ കറിക്ക് കേരയായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് മീനൊക്കെ കറി വെക്കാൻ വെച്ചു. അപ്പോൾ നമ്മൾ മീൻ കേര ആയതുകൊണ്ട് തന്നെ മുളക് കറിയാണ് വെച്ചത്. അപ്പം അതിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ഒരു മീൻ കറിയുടെ കൂടെ ഒരു തോരനും കൂടെ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ബീട്രൂട്ട് തോരൻ വെക്കാനായിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തു. അരിഞ്ഞ് എടുക്കാനുള്ളൊരു മടി കൊണ്ടാണ് കേട്ടോ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തത്. ഇതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പം നമുക്ക് കാര്യം ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കയ്യിലൊന്നും തട്ടി മുറിയാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ തോരനൊക്കെ എല്ലാം അരിഞ്ഞെടുത്ത് തോരന് റെഡിയാക്കാനെല്ലാം സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ മീൻകറിയൊക്കെ ഓൾറെഡി റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻകറിയുടെ അരപ്പൊക്കെ തിളച്ച് വന്നു. അപ്പോൾ അതിലേക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഒന്ന് വേവിക്കാൻ വെച്ചു. അപ്പോൾ നമ്മൾ മീൻകറി വെച്ചാലും ഇന്നത്തെക്കാളും ടേസ്റ്റ് മീൻകറി വെച്ച് കഴിഞ്ഞാൽ മുളക് കറിക്ക് നാളെ ആയിരിക്കുമല്ലോ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അതൊക്കെ റെഡിയാക്കാനായിട്ട് ഇതുപോലെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് മീൻകറിയൊക്കെ റെഡിയാക്കാൻ വെച്ചു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തോരനും എല്ലാം അരിഞ്ഞ് തേങ്ങയൊക്കെ തിരിഞ്ഞ് അതിനകത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തോരനും ഇതുപോലെ തന്നെ മീൻകറി റെഡിയായ സമയത്ത് തന്നെ തോരനും റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിന്ന് ഉച്ചയൂണ് ഒരു ചെറിയൊരു മീൻകറി ഇതുപോലെ ഒരു തോരനും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.